ബീഹാറിൽ RJDയും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ മറ്റൊരു വിഷയം നേരത്തെ തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. 65 ലക്ഷം വോട്ടർമാർ, ആകെ 8 കോടി വോട്ടർമാരുള്ള സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയാണ്. അതിനെതിരെ ബീഹാറിൽ കോൺഗ്രസും RJDയും നേരത്തെ തന്നെ വലിയ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് 2 പ്രധാനപ്പെട്ട സമരമുഖങ്ങൾ ഇതിനോടകം തുറക്കാൻ കഴിഞ്ഞു. ഒന്ന് ബീഹാറിൽ, 2 ഇന്ത്യയിലാകമാനമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJP വോട്ട് അട്ടിമറിച്ചതെന്ന ആരോപണത്തിൽ. ഈ 2 സമരമുഖങ്ങൾ തുറന്ന ശേഷം ഈ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ 2 ദിവസം മുമ്പത്തെ അത്താഴ വിരുന്നിൽ കോൺഗ്രസ് അതുപോലെ തന്നെ RJD വന്ന നേതാക്കളെ ക്ഷണിച്ചത് സെപ്റ്റംബർ 1-ാം തീയതി ബീഹാറിൽ അവരുടെ ഒരു മഹാറാലിയുടെ അവസാനം നടക്കുകയാണ്. അവിടേക്ക് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കാൻ പോവുകയാണ്. ക്ഷണിച്ചു കഴിഞ്ഞു, എല്ലാവരെയും കൊണ്ടുവരാനുള്ള ശ്രമം നടക്കാൻ പോവുകയാണ്. നേരത്തെ ഞാൻ തുടക്കം പറഞ്ഞല്ലോ, ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മര്യാദയ്ക്ക് ഒരു റാലി നടത്തിയിട്ടില്ല. അവിടെ നിന്നാണ് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ആളുകളും സെപ്റ്റംബർ 1-ാം തീയതി ആ റാലിയിലേക്ക് വരികയും അങ്ങ് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് തമിഴ്നാട്ടിലെ വരെ കേരളത്തിലെ വരെയുള്ള നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എല്ലാം അണിനിരക്കുന്ന ഒരു വലിയ ഷോ ഓഫ് നടക്കാൻ പോവുകയാണ്.